ഹായ് ഹലോ അസ്സാം വലൈക്കും. വയനാട് 900 കണ്ടിയിൽ ഏക്കർ കണക്കിന് ഒരു സ്ഥലത്ത് ഉള്ള റിസോർട്ട്സുകളാണ് കേട്ടോ. ഒരുപാട് റിസോർട്ടുകളാണ് ഈ ഒരു സ്ഥലത്തുള്ളത് കേട്ടോ. നമ്മൾ ടൂറൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ കൂടിയ കുടുംബം മൊത്തം പോവുകയാണെങ്കിലൊക്കെ എടുക്കാൻ പറ്റിയൊരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ എന്താ പറയുക, മൃഗങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് മാന്, പോത്ത്, ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ നമുക്ക് ഈ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. പുള്ളിമാനുകളൊക്കെ വന്ന് മേയുന്ന സ്ഥലമാണത് കേട്ടോ. അവിടെയാണ് ഈ ചെറിയ റിസോർട്ടുകൾ. അപ്പോൾ നമുക്കെന്താ പറയുക, കുറേ നമ്മളെ കുടുംബങ്ങൾ മൊത്തം ഫാമിലി ആയിട്ട് പോകുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ടൂർ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ പറ്റിയതാണ് കേട്ടോ. അവർക്കല്ല, എല്ലാത്തവർക്കും പറ്റും. അങ്ങനെ പോയിരിക്കുമ്പോഴാണ് എന്താ പറയുക, കൂടുതൽ വൈബ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതുണ്ടോ, ഇതുവരെ ഒരു ടീം ഒന്നായിട്ട് പോയതാണ്. അപ്പോൾ എടുത്ത വീഡിയോസുകളാണത്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയില്ല, എന്താ പറയുക, ഒരു കാട്ടിൽ താമസിക്കാം നമുക്ക്. മൃഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് കാട്ടിൽ താമസിക്കാം. അപ്പോൾ 900 കണ്ടിലാണ്. അത്യാവശ്യം കുറച്ചൊക്കെ റേറ്റ് ഉണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ഒക്കെ പറ്റി അറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ കമൻ്റായിട്ട്. കണ്ണിനി മനയില നിന്റെ ചിരി പോലെ എന്റെ മനസ്സാകെ നിന്നിലവളവഴിയുടെ ചെറു ചിരി പദചലനം അത് ചുരിയത് നിറയുകയോ. മന്ദിവയിലാണ് നിന്റെ ചിരി പോലെ നിന്നി വഴിഞ്ഞീലേ. ഈ നനവുമായി കൂടെ ഓരോ ചിരകളെ കടലറിയാതെ കരയറിയാതെ നീരാതെ തോരാതെ നീരാതെ നാഞ്ഞങ്ങ് അന്നൊരിക്കലെന്റെ മണ്ണനാളിലെന്റെ ഹൃദയമൊന്നു കാത്തുവച്ചു ഞാനോ. സുന്ദരിയേ വാ, വെണ്ണിലവേ വാ, എൻ ജീവതാളം നീ പ്രണയിനീ.